വിൻഡോസ് 11 ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വിൻഡോസ് 11 പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. വളരെ രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്കിതിലെ ടാസ്ക് ബാറുകളെ നമുക്കൊരു ഡോക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പല വിൻഡോസ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കും. അങ്ങനെയുള്ള വിൻഡോസിനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊരു ഗുണം തന്നെയാണ്. വിൻഡോസ് 11 ടച്ച് സ്ക്രീൻ ഡിവൈസുകൾക്ക് വളരെ നല്ലതാണ്. ടച്ച് സ്ക്രീൻ ഡിവൈസുകൾക്ക് നല്ല പെർഫോമൻസ് നൽകാനുള്ള സവിശേഷത ഇതിനുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ അനുകൂലമാണ്, വളരെ നല്ലതാണ്. ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് ഫെസിലിറ്റി ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ലതാണ്. നമ്മൾ മൾട്ടി മോണിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടിയുള്ള ചില ഫംഗ്ഷൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് നോട്ടിഫിക്കേഷൻ, ക്വിക്ക് സെറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്നാപ്പ് ലേഔട്ട്, ഗ്രൂപ്പ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ നമുക്ക് വിൻഡോസ് 11 ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെയാണ്. ചാറ്റിങ്ങിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ടാസ്ക് ബാറിൽ ഒരു സിംഗിൾ ക്ലിക്കോട് കൂടി ചാറ്റിംഗ് ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ വിൻഡോസ് 11 ചില ദോഷങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോസ് 11 ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റുകളുടെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വിൻഡോസ് 11 വന്നിരിക്കുന്നത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 7 ഒക്കെ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും. അവർക്ക് തീരെ പരിചിതമല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ആണെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അത് ആളുകൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിൻഡോസ് 11 വിജയം എന്ന് പറയുന്നത്. വളരെ കാലമായിട്ട് വിൻഡോസിലുണ്ടായിരുന്ന ചില ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്കൈപ്പ്, പെയിന്റ് 3D, കോർട്ടാന പോലുള്ളവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വേണം നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്കിലും അത് വിൻഡോസിൻ്റെ കൂടെ വരുന്നില്ല. അതുകൊണ്ട് ചെറിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് വിൻഡോസ് 11 മൈക്രോസോഫ്റ്റിന് സെൻഡ് ചെയ്യുന്നു എന്നൊരു വാദം വരുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പക്ഷേ വിൻഡോസ് 11 വിജയകരമാകുമോ അല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇതിൻ്റെ അൺഫെമിലിയർ ആയിട്ടുള്ള ലുക്ക് തന്നെയാണ്. ആ ഒരു ലുക്കിനെയും ആ ഒരു വ്യത്യാസത്തെയും ആ ഒരു മാറ്റത്തെയും ആളുകൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിൻഡോസ് 11 വിജയം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.